നമുക്കൊപ്പം ബിന്ദു മാഡം കൂടി ചേരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട് ജെയ്സനോടൊപ്പം. ജെയ്സൺ, തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ബിന്ദു ടീച്ചറും അതേപോലെ തന്നെ നമ്മുടെ പൂരവും. അപ്പോൾ പൂരത്തെക്കുറിച്ച് നമ്മൾ പറയായിരുന്നു, ഒരുപാട് പ്രത്യേകതകൾ. ഇക്കുറി എല്ലാവരും സൗഹൃദ പൂരത്തിനാണ് കാത്തിരിക്കുന്നത് അല്ലേ? അതിനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഗംഭീരാക്കണം. ജെയ്സൺ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും. ഞാൻ എന്നോടാണെന്ന് ചോദിച്ചതെന്ന് അറിഞ്ഞില്ല അരുൺകുമാർ. ഇപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ ബിന്ദു ടീച്ചറുണ്ട്. ബിന്ദു ടീച്ചർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. കാരണം ഈ പൂരം ഏറ്റവും ഗംഭീരമായി നടത്തേണ്ട രണ്ടു പേർക്കാണ് ചുമതല. ഒന്ന് മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ബിന്ദു ടീച്ചറും. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ പഠിപ്പിച്ചുള്ള ടീച്ചറാണ്. പിന്നെ ഞങ്ങളെ ഇണങ്ങിയും പിണങ്ങിയൊക്കെ ഉണ്ട് പഠിക്കുന്ന കാലം മുതലേ അല്ലേ? എന്നോട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവും. ഇല്ല അല്ല, എന്തായി പൂരത്തിൻ്റെ ഒരുക്കളൊക്കെ എന്തായാലും? പൂരത്തിന് ഇത്തവണ വലിയ തയ്യാറെടുപ്പുകളാണ്. ഒരുപാട് യോഗങ്ങളൊക്കെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നടത്തി. കഴിഞ്ഞ വർഷം ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇത്തവണ അതൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ ധാരാളം യോഗങ്ങളും കൂടിയാലോചനകളും ആശയവിനിമയങ്ങളും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആദ്യം ഒരു യോഗം വിളിച്ചു ചേർത്തു. പിന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി 2 പ്രാവശ്യം യോഗം വിളിച്ചു. ഞാനും രാജമിനിസ്റ്ററും ചേർന്ന് നിരവധി തവണ യോഗം ചേർന്നിട്ടുണ്ട്. എല്ലാ ദേവസ്വങ്ങളെയും പോലീസിനെയും ജില്ലാ ഭരണകൂടത്തിനെയും ഒക്കെ പങ്കെടുപ്പിച്ചു. ആദ്യമായിട്ട് പൂരം കണ്ട ഓർമ്മ അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വളരെ അച്ഛൻ്റെ കൈ പിടിച്ചു. പറയുന്ന പോലെ തന്നെ അച്ഛൻ്റെ കൈ പിടിച്ചു. അതെ. അരുൺകുമാർ, ടീച്ചർ ചില്ലറക്കാരിയല്ല, നൃത്തമൊക്കെ ഉണ്ട് ടീച്ചറുടെ കയ്യിൽ. ആദ്യം അത് എവിടെയായിരുന്നു? ഗുരുവായൂർ ചെയ്തിട്ടില്ലേ? ഞാൻ ഒരുപാട് അരങ്ങുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 22 വയസ്സ് വരെ. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞതിന് മുന്നിലെ വർഷമാണ് അവതരിപ്പിച്ചത്. ഞാൻ ഒരു സത്യം പറയട്ടെ, ടീച്ചർ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. ടീച്ചറുടെ ആ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കുട്ടിത്തം മനസ്സിലുണ്ട്. അതാണ് ടീച്ചർ ഇപ്പോഴത്തെ ഒരു എനർജി. ഇപ്പൊ ഏറ്റവും അവസാനമായി അവതരിപ്പിച്ച എവിടെയായിരുന്നു? അത് കൂടൽമാണിക്യത്തിലായിരുന്നു അന്ന് നടന്നത്. ശൈശവ നിഷ്കളങ്കത എല്ലാവർക്കും കുറച്ചുണ്ടാവുന്നത് നല്ലതാണ്. എനിക്കുണ്ടോ ടീച്ചറെ വിലയിരുത്തൽ എന്താ? ജെയ്സൺ വളരെ പക്വതയുള്ള മനുഷ്യരാണ്. അരുൺകുമാർ, അത് ടീച്ചർ എനിക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഇടയ്ക്ക് പിണങ്ങും. ടീച്ചർ എന്നെ ഇടയ്ക്ക് ചീത്ത വിളിക്കും, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം അതല്ലേ ഈ കൂട്ടായ്മ. തൃശ്ശൂർ പൂരത്തിന്റെ ഒരു സന്ദേശം തന്നെയാണ്, എല്ലാവരും ഒന്നിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയാണ്. ദേശക്കൂട്ടായ്മകൾ ഉറപ്പാക്കാൻ ക്രാന്തദർശിയായ ഒരു ഭരണാധികാരി വളരെ ഭാവനാപൂർണമായിട്ട് രൂപം കൊടുത്ത ഒന്നാണ് പൂരം. ഈ നഗരത്തിന് ചുറ്റും കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലൊക്കെ അതാത് ദേശങ്ങളിലെ ജനങ്ങൾ തമ്മിൽ കൂട്ടായ്മ ഉണ്ടാക്കാവുന്ന വിധത്തിൽ ഘടകപൂരങ്ങൾ അവിടങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഈ തേക്കങ്കാട് മൈതാനത്ത് സംഗമിക്കുന്നു. പിന്നെ പാറമേക്കാവും തിരുവമ്പാടിയും ഇവിടെ വരുന്നു. അപ്പോൾ ഈ വിശാലമായ മൈതാനത്ത് ദേശക്കൂട്ടായ്മകളുടെ സംഗമവേദിയാണ് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഒരു ശക്തനായ ഒരു ഭരണാധികാരിയുടെ ഒരു ദീർഘവീക്ഷണം. ഇത്രയും ശക്തൻ തമ്പുരാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തൊന്ന് ഇപ്പൊ നമുക്ക് ചിന്തിക്കും. ഈ റോഡ് പോലും ഈ സ്വരാജ് റൗണ്ടൊക്കെയും എത്ര വാഹനങ്ങൾ വന്നാലും അത് ബ്ലോക്ക് ഇല്ലാതെ പോകുന്ന അത് ആ ദീർഘവീക്ഷണം തന്നെയാണല്ലേ ഭരണത്തിന്റെ ഒരു കരുത്ത്. അതെ അതെ, ഈ നഗരത്തിന്റെ ഒരു ഘടന തന്നെ അതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നാളെ നിങ്ങൾ തൃശ്ശൂർക്കാരെ സംസാരിച്ചുകൊണ്ടിരിക്കും, കൂട്ടായ്മ ഉണ്ടാക്കുക, നമ്മളുടെ പൂരാശംസകൾ അറിയിക്കുക സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നാളെ നമുക്ക് ഗംഭീരമായി കാണാം. നാളെയും ടീച്ചറുമായിട്ട് രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞോളൂ ജെയ്സൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജെയ്സണും ഒപ്പം ദീപക് മലയമ്മയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.